വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെക്കുറിച്ചുള്ള പല വീഡിയോകളും ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ അത് കണ്ട നമ്മുടെ ചില പ്രേക്ഷകർ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. നേരത്തെ തന്നെ, അതായത് നിങ്ങൾ വിഴിഞ്ഞം മാത്രമല്ല പൂവാറിനെ പറ്റി എന്തെങ്കിലും ചെയ്യണം, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വേണം. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല വരുന്നൊരു പ്രപ്പോസൽ മുമ്പങ്ങ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് നിർജീവ അവസ്ഥയിലാണ്. അതേപ്പറ്റി, അതിൻ്റെ സാധ്യതകളെ പറ്റി കൂടി ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചിരുന്നു പല പ്രേക്ഷകരും കമൻറ്റിൽ. അവരോട് പറഞ്ഞത്, നമ്മൾ അതേപ്പറ്റി വിശദമായിട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചെയ്യാം. ഇപ്പോൾ വിഴിഞ്ഞം, അങ്ങനെ വിഴിഞ്ഞം ഇപ്പോൾ യാഥാർത്ഥ്യമായി ആദ്യഘട്ടം. അപ്പോൾ ഒരു പുതിയ വാർത്ത കഴിഞ്ഞ ദിവസം വന്നത് പൂവാറിനെ പറ്റി ചിന്തിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ലോക കപ്പൽ ഗതാഗത കമ്പനികളിൽ രണ്ടാമത്തെ വലിയ കമ്പനിയായ, ആദ്യ കമ്പനി MSC ആണ്, രണ്ടാമത്തെ വലിയ കമ്പനിയായ മെസ്ക് വൈകാതെ ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണം തുടങ്ങുമെന്നും കപ്പൽ നിർമ്മാണശാല അതിന് അനുയോജ്യമായിട്ട് കിട്ടേണ്ടതുണ്ടെന്നും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പം മെസ്കിനെ പോലുള്ള ഒരു വലിയ ലോകോത്തര കമ്പനി, ലോകത്തെ നമ്പർ 2, നമ്മൾ മെസ്കിനെ ഓർക്കുന്നുണ്ടാവും. വിഴിഞ്ഞത്ത് വന്ന ആദ്യ മദർഷിപ്പ് മെസ്കിൻ്റെ സാൻ ഫെർണാണ്ടോയാണ്. അതായത് കഴിഞ്ഞ ജൂലൈ 11 വിഴിഞ്ഞം തീരത്തെത്തിയ ആദ്യ മദർഷിപ്പ്, നമ്മൾ വാട്ടർ സല്യൂട്ട് നൽകി വിസിൽ സ്വീകരിച്ച ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ആയിരുന്നു. ഓർത്ത് നോക്കുക, 300 മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തിട്ട് 1900 കണ്ടെയ്നർ ഇറക്കി കയറ്റിയാണ് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ മെസ്ക് ഏറ്റവും കൂടുതൽ കപ്പൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ചൈനയിലാണ്, പിന്നെ സൗത്ത് കൊറിയ. ഇപ്പോൾ അവർ ചൈനയിൽ നിന്നും പിൻവാങ്ങിയിട്ട് ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നതിൻ്റെ പ്രഖ്യാപനമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. തെക്കൻ കൊറിയ ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിംഗ് രാജ്യമാണ്. അതായത് ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകൾ, മദർഷിപ്പുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ മേജർ കമ്പനികൾ, അത് മോട്ടോർ വാഹന രംഗത്ത് തന്നെ നമുക്ക് പരിചിതമായ, അതേപോലെ ഇലക്ട്രോണിക് IT ഉൽപ്പന്നങ്ങളിൽ നമുക്ക് പരിചിതമായ ചില വമ്പൻ കമ്പനികളാണ് തെക്കൻ കൊറിയയിൽ കപ്പൽ നിർമ്മാണ രംഗത്തുമുള്ളത് എന്നത് നമ്മൾ ആലോചിക്കണം. അവർ കൂടി ഓൾറെഡി പ്രശസ്തമായ ആ കമ്പനികൾ കൂടി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പൂവാറിൽ കപ്പൽ നിർമ്മാണത്തിന് വന്നാൽ ഇതിൽ പരം ഒരു വലിയ പ്രോജക്റ്റ് നമുക്ക് വിഴിഞ്ഞം പോലും വേറെ കിട്ടാനില്ല. വിഴിഞ്ഞവും ഈ പൂവാറും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം സാംസങ് എന്ന് പറഞ്ഞാൽ കാർ നിർമ്മാണം, വാഹന നിർമ്മാണം മാത്രമല്ല, അതുപോലെ സാംസങ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ നിർമ്മാണം മാത്രമല്ല. സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനികളാണ് ഇവരൊക്കെ. അതായത് ഒന്നാമത് HD ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, 2 ഹൻവ ഓഷ്യൻ കമ്പനി ലിമിറ്റഡ്, 3 സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് കമ്പനി ലിമിറ്റഡ്. ഈ 3 പേരാണ് അവിടുത്തെ കപ്പൽ നിർമ്മാണ രംഗത്തെ അധികായർ. ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. വിഴിഞ്ഞം, പൂവാറ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടാവുന്ന ഈ ഷിപ്പ് ബിൽഡിങ്ങിന്, കപ്പൽ നിർമ്മാണത്തിന് ഈ തീരമാണ്, വിഴിഞ്ഞവും പൂവാറുമാണ്. പൂവാറിലും ആഴക്കടലുണ്ട്, വിഴിഞ്ഞത്തെ പോലെ തന്നെ ബർത്തിന് ആഴമുണ്ട്, 20 മീറ്ററും അതിനപ്പുറമുണ്ട്. മാത്രമല്ല സർക്കാരിന് ഇപ്പം തന്നെ സർക്കാർ ഉടമസ്ഥതയിൽ 1000-ഓളം ഏക്കർ ഭൂമി എവിടെയുണ്ട്, പൂവാറിലുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഭൂമി കൂടി ഏറ്റെടുത്താൽ കപ്പൽ നിർമ്മാണശാല പൂവാറിൽ യാഥാർത്ഥ്യമാകും. പക്ഷേ കേരളം മാത്രം വിചാരിച്ചാൽ നടക്കുമോ? കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, സൗത്ത് കൊറിയ ഒരു സ്വതന്ത്ര രാജ്യമാണ്. രണ്ടും രണ്ടാണ്. ഒരു കപ്പൽ നിർമ്മാണശാല കേരളത്തിൽ പൂവാറിൽ വിഴിഞ്ഞത്തോട് ചേർന്ന് 3 കിലോമീറ്ററിന്റെ തൊട്ടടുത്ത് നിർമ്മിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ അനുമതികളും, പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ എല്ലാ നൂലാമാല, സെക്യൂരിറ്റി, സുരക്ഷാ അനുമതി എല്ലാം വേണം. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തോട് വിവേചനം കാണിക്കുന്ന കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വകുപ്പ് ഇതിനനുകൂലമായിട്ട് നിലപാടെടുക്കുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ മുട്ടിന് പിണറായി സർക്കാർ വിമർശിക്കുമ്പോൾ, വിഴിഞ്ഞത്തിന്റെ പേരും പറഞ്ഞ് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ,
കേരളത്തിന് സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ് സംസ്ഥാനം മാത്രമായ കേരളത്തിന് കപ്പൽ നിർമ്മാണശാല തുടങ്ങാൻ അനുമതി കിട്ടുമോ? കേന്ദ്ര അനുമതി വേണം. സ്വയം ചെയ്യാൻ പറ്റുമോ കേരളത്തിന്? പറ്റൂല. അപ്പൊ ഹുണ്ടായി വന്നാൽ വരാമെന്ന് പറഞ്ഞാലും സാംസങ് വരാമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഹൻവ വരാമെന്ന് പറഞ്ഞാലും മെസ്ക് വരാമെന്ന് പറഞ്ഞാലും ഇവിടെ അതിന് അനുമതി കേന്ദ്രം തരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലപാടിൽ കേന്ദ്രം തരുമോ? വിഴിഞ്ഞത്തോട് കാണിക്കുന്ന സമീപനം നമുക്കറിയാം. ഓരോ മലയാളിയും ഇത് ചിന്തിക്കണം. സൗത്ത് കൊറിയ എന്താണ്? സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ്. പക്ഷെ ആ രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നം ഈ കപ്പൽ നിർമ്മാണശാലയിൽ പണിയെടുക്കാൻ ആൾക്കാരില്ല. സൗത്ത് കൊറിയൻ പൗരന്മാരെ കിട്ടാനില്ല, ജനങ്ങളെ. അപ്പൊ ചൈനയിൽ നിന്ന് പിൻവാങ്ങുന്ന കമ്പനികൾ, പല കാരണങ്ങൾ കൊണ്ടും പിൻവാങ്ങുന്ന കമ്പനികൾ സൗത്ത് കൊറിയയിൽ അവർക്ക് നിൽക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ ഈ ജനസംഖ്യ ഹ്യൂമൻ റിസോഴ്സിന്റെ പ്രശ്നം കാരണം അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അതിന്റെ പ്രധാന കാരണം സൗത്ത് കൊറിയയിലെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതുരക്തം ഉണ്ടാവുന്നില്ല. ജനന നിരക്ക് വളരെ താഴേക്ക് പോകുന്നു. അപ്പൊ ഈ രീതിയിൽ പോയാൽ അടുത്ത 10 കൊല്ലത്തിനകത്ത് ചെറുപ്പക്കാരുടെ എണ്ണം സൗത്ത് കൊറിയയിൽ ഗണ്യമായിട്ട് കുറയുന്നു. അവർ കപ്പൽ നിർമ്മാണശാലയിലോ അല്ല അതുപോലെയുള്ള തൊഴിലിടങ്ങളിലോ വരാൻ ആൾക്കാരില്ല. ഹ്യൂമൻ റിസോഴ്സിന്റെ ഷോർട്ടേജ് വരുന്നതുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന മെസ്ക് കണ്ടുവച്ചിരിക്കുന്നത്. മെസ്ക് കണ്ടുവച്ച് കഴിഞ്ഞു എന്ന് വന്നാൽ സൗത്ത് കൊറിയയിലെ ഈ കമ്പനികൾ, ഹുണ്ടായും സാംസങ്ങും പോലുള്ള കമ്പനികൾ കൂടി ഇന്ത്യയിൽ വന്ന് കപ്പൽ നിർമ്മാണശാലകളിൽ കപ്പൽ നിർമ്മാണത്തിൽ പങ്കാളികളാവാൻ തയ്യാറായിക്കൂടുന്നില്ല. കേരളത്തിനും സൗത്ത് കൊറിയൻ കമ്പനികൾക്കും ഹുണ്ടായോ സാംസങ്ങോ ആയിട്ടൊക്കെ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് പൂവാറിൽ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാക്കാം. വിത്ത് വൺ കണ്ടീഷൻ: കേന്ദ്ര സർക്കാരിന്റെ എല്ലാ അനുമതികളും നമുക്ക് കിട്ടണം. അതിനുവേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ നടക്കും. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. പൂവാറിനെ പറ്റി നമുക്ക് പറയാനുള്ള ഏറ്റവും അനുകൂല സമയം വന്നിരിക്കുന്നു. ഇനി സൗത്ത് കൊറിയയിലെ ജനനിരക്കിന്റെ എത്രയോ അലാമിംഗ് ആണ്, ആശങ്കാജനകമാണെന്നുള്ളത്. ജനസംഖ്യ കുറയുന്നു എന്നുള്ളത്, പുതിയ ജനനങ്ങൾ കുറയുന്നു, പുതിയ കുട്ടികൾ ജനിക്കുന്നില്ല, വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന വിഷയം. അതിന്റെ കഴിഞ്ഞ ഈ 3 വർഷത്തെ കണക്ക് നോക്കിയാൽ തന്നെ അടുത്ത 10 വർഷത്തിൽ ഉള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ 2022 ഫെർട്ടിലിറ്റി റേറ്റ് നോക്കുക. സൗത്ത് കൊറിയ 0.78 എന്ന് പറഞ്ഞാൽ 100 സ്ത്രീകളിൽ 78 സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. 78. ബാക്കി 100-ൽ അത്രയും സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക് ഫെർട്ടിലിറ്റി റേറ്റ് വളരെ താഴേക്ക് പോകുന്നു. ഇത് 2022. 2023 ആകുമ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് 0.72 ആയിട്ട് താണു. 78-ൽ നിന്ന് 72. ആലോചിക്കണം. ഈ കഴിഞ്ഞ വർഷം ഏറ്റവും ഒടുവിൽ 2024 കണക്കുകൾ ഇതുവരെയുള്ളത് വന്നത് പ്രകാരം ഫെർട്ടിലിറ്റി റേറ്റ് 0.68. ഇങ്ങനെ പോയാൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, സൗത്ത് കൊറിയൻ കമ്പനികളും മെസ്കുമൊക്കെ ഇന്ത്യയിലേക്ക് വരേണ്ടി വരുന്നു, കേരളത്തിലേക്കും വരേണ്ടി വരുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ വർക്ക് ഫോഴ്സ് ചെയ്യുന്ന സ്കിൽഡ് വർക്കേഴ്സ്, നൈപുണ്യമുള്ള പരിചയസമ്പന്നരായ ആൾക്കാർക്ക് കപ്പൽ ഗതാഗത രംഗത്തെ കോഴ്സുകളൊക്കെ, മാരിടൈം കോഴ്സുകളൊക്കെ പഠിച്ച് പാസ്സായവർക്ക് സൗത്ത് കൊറിയയിലേക്കൊക്കെ പോകാനുള്ള സുവർണ അവസരങ്ങൾ വരികയാണ്. അപ്പൊ എന്തായാലും കപ്പൽ ഗതാഗത രംഗത്തും ഈ കപ്പൽ നിർമ്മാണ രംഗത്തും വലിയൊരു ഭാവി ഇന്ത്യക്കുണ്ട് എന്നതിന്റെ തെളിവാണിത്. ഇപ്പോൾ ലോകത്ത് കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ പങ്കെന്ന് പറയുന്നത് വെറും 1% താഴെയാണ്. 100-ൽ 1% പോലും സാന്നിധ്യം ഇന്ത്യക്ക് കപ്പൽ നിർമ്മാണ മേഖലയിൽ ഇല്ല, കപ്പൽശാലകളില്ല. എന്നാൽ ചൈനയും സൗത്ത് കൊറിയയൊക്കെ നേടിയെടുത്തത് അവിടെയായിരുന്നു. ഇനി ഇന്ത്യക്കുള്ള ഊഴമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ കേരളത്തിനും ഒരു വലിയ സാധ്യതയുണ്ട്. ഒരു മാരിടൈം സ്റ്റേറ്റ്, കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ, 600 കിലോമീറ്ററോളം കടൽ തീരമുള്ള സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യക്ക് ഉള്ള ഭാവിയിൽ കേരളത്തിനും ഒരു വലിയ പങ്കുണ്ട്. ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് വൻ നേട്ടത്തിന് കേരളത്തിനെ സംബന്ധിച്ച് വഴിയൊരുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും മെസ്കിന്റെ ഈ തീരുമാനം നമുക്ക് ഗുണകരമാവട്ടെ. കൂടുതൽ
കാര്യങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് പോകാനും പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാല, അതിവിപുലമായ ഒരു കപ്പൽ നിർമ്മാണശാല വരാൻ കേരളവും കേന്ദ്രത്തിൻ്റെ പിന്തുണയും അതിൽ ഉണ്ടാവണം എന്നതും തർക്കമറ്റ കാര്യമാണ്. എങ്കിൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ.